തിരിച്ചു കൊണ്ടുപോവുകയാണ്. മറ്റ് ഈ മക്കളെയും ഇവിടെ തന്നെ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഇവരെല്ലാം കുടുംബത്തോടെ, അതായത് ആ രണ്ട് മക്കളും അതേപോലെ തന്നെ മരുമകളും അതേപോലെ തന്നെ ഭാര്യ സുലോചന അടക്കമുള്ളവർ വലിയ പ്രതിഷേധം, വലിയ നാടകീയ രംഗങ്ങൾ ഈ കല്ലറയ്ക്ക് മുന്നിൽ നടത്തിയപ്പോൾ പോലീസ് അവരെ ബലം പ്രയോഗിച്ച് വീട്ടിനകത്തേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പോലീസുകാരെ ഇവിടെ എത്തി രംഗം ശാന്തമാക്കാനുള്ള ഒരു ശ്രമം പോലീസ് ഇവിടെ നടത്തുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം, വലിയ നാടകീയ രംഗങ്ങൾ തന്നെയാണ് ഈ കല്ലറ പൊളിക്കുന്ന ഈ സമയത്ത്, അല്ലെങ്കിൽ പൊളിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെത്തിയ ഈ സമയത്ത് ഇവിടെ അരങ്ങേറിയത്. ഈ കുടുംബാംഗങ്ങൾ പ്രധാനമായും പറയുന്നത് നിങ്ങൾക്ക് ഹിന്ദു വിശ്വാസം അറിയില്ല, ഹൈന്ദവ വിശ്വാസങ്ങളെ അറിയില്ല, സമാധി എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് ഇത് പൊളിക്കാൻ തങ്ങൾ അനുവദിക്കില്ല, തങ്ങൾ പൊളിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഈ കുടുംബാംഗങ്ങൾ പറയുന്നത്. മൂത്ത മകൻ സദനൻ, അതേപോലെ തന്നെ ഇളയ മകൻ രാജസേനൻ, ഭാര്യ സുലോചന, മരുമകൾ എന്നിവരാണ് ഈ അഞ്ചു പേരാണ് ഇപ്പോൾ ഈ കല്ലറയ്ക്ക് മുന്നിലെത്തി പ്രതിഷേധം നടത്തി. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ച് ഇവരെ പിടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് മുമ്പ് വരെ ശാന്തമായിരുന്നു ഇവിടുത്തെ രംഗങ്ങൾ. പക്ഷേ ചില സംഘടനാ നേതാക്കളൊക്കെ ഇവിടെ എത്തിയതിനു ശേഷം, കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയതിനു ശേഷം രംഗമൊക്കെ മാറുകയായിരുന്നു, ആകെ രംഗം വഷളാവുകയായിരുന്നു. എന്തായാലും പരാതിക്കാർ, ഈ കേസിൽ പരാതി ഉന്നയിച്ച ചില ആളുകളെയൊക്കെ പോലീസ് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ കുടുംബവുമായി ബന്ധപ്പെട്ട അവരുടെ അഭിഭാഷകരടക്കമുള്ളവർ മാത്രമാണ് ഇപ്പോൾ ഈ വീടിരിക്കുന്ന സ്ഥലത്ത്, ഈ സമാധിയുള്ള സ്ഥലത്തിന് കോമ്പൗണ്ടിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. പോലീസ് ഇപ്പോൾ ഇവിടെ മറകെട്ടി തിരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത്, അതായത് ഈ കല്ലറ ഇരിക്കുന്ന ഈ ഭാഗത്ത് പോലീസ് ഒരു ടാർപോളിൻ ഷീറ്റ് കെട്ടി അത് തിരിക്കുകയാണ്. പൊളിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം എത്തി, ആർ ഡി ഒ അടക്കം എത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. ആ ഒരു പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഈ കല്ലറ പൊളിക്കുന്നതിനുള്ള നടപടികൾ ആണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. സയന്റിഫിക് എക്സ്പേർട്ടുകളും ഫോറൻസിക് സർജന്മാരും ഡോക്ടർമാരടക്കമുള്ള സംഘങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. നാട്ടുകാരെ എല്ലാം ഈ കല്ലറയ്ക്ക് സമീപത്ത് നിന്ന് മാറ്റുകയാണ് പോലീസ്. അടുത്ത് ആരെയും നിൽക്കാൻ അനുവദിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ പരാതി നൽകിയ ഒരു വിഭാഗം, അവരും ഈ കുടുംബാംഗങ്ങളുമായിട്ടായിരുന്നു പ്രശ്നമുണ്ടായിരുന്നത്. അവരെയൊക്കെ നേരത്തെ തന്നെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരും ഉയർന്ന ഉദ്യോഗസ്ഥരും സാങ്കേതിക ശാസ്ത്രീയ വിദഗ്ധരും മാത്രമാണ് ഇപ്പോൾ ഈ കോമ്പൗണ്ടിലുള്ളത്. പരിശോധനയ്ക്കുള്ള തുടക്കം പോലീസ് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യഘട്ടമായിട്ട് ഈ സ്ഥലം, ഈ സമാധി ഇരിക്കുന്ന ഈ സ്ഥലം ടാർപോളിൻ കെട്ടി പോലീസ് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രാഥമിക നടപടികൾ പോലീസും ഉദ്യോഗസ്ഥരും ചേർന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ കല്ലറ പൊളിക്കുന്ന ജോലികളിലേക്ക് കടക്കും. അജീഷ്, ഇതിൽ നിയമ നടപടികളിലേക്കൊന്നും ഇവർ കടക്കില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇതിനെതിരെ കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, നമ്മളത് എടുത്ത് ചോദിച്ചിരുന്നു. നമ്മൾ ചില അഭിഭാഷകർ, ചേട്ടാ ഇനി എന്തെങ്കിലും നിയമപരമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ സാധ്യത, പെട്ടെന്ന് എന്തെങ്കിലും സാധ്യത ഉണ്ടോ? പെട്ടെന്ന് സാധ്യതയൊന്നുമില്ല. ആ പെട്ടെന്ന് സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടി ഏതോ കേന്ദ്രത്തിലുള്ള നിർദ്ദേശപ്രകാരം സമയം തരാതെ ചെയ്യുകയാണ്. ഇത് ഞങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ല, ഞങ്ങളുടെ ഒപ്പീനിയൻ കേട്ടിട്ടില്ല. ദാറ്റ് ഈസ് വയലേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. ഇത് ആരൊക്കെ ചെയ്ത് ഏത് ഉദ്യോഗസ്ഥരെ തൂങ്ങും, അത് ഉറപ്പായിട്ട് തൂങ്ങും. നിങ്ങൾ ഈ കുടുംബത്തിന്റെ അഭിഭാഷകനാണോ? അതോ കുടുംബത്തിന്റെ അഭിഭാഷകനല്ല, എന്റെ അപ്പൂപ്പന് ഇതൊരു സമാധിയായതാണ്. ഈ കുടുംബമായിട്ട് ഈ പ്രദേശത്ത് ഈ നാട്ടുകാർ എനിക്ക് യാതൊരു ബന്ധമില്ല. ഈ ഇഷ്യൂ അറിഞ്ഞിട്ട് ഇത് ഏഷ്യാനെറ്റ് ചാനലിൽ ഇന്നലെ വെളുപ്പിന് 2:30 മണിക്കുള്ള ഈ പ്രോഗ്രാം കണ്ടിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. സമാധിയെക്കുറിച്ച് എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് വന്നതാണ്. ഈ തമ്മാടിത്തനം മറ്റൊരു ഭാഗത്തിന് വരെ ഈ ആർഡിഒക്ക് തൻ്റെ ഉണ്ടാവില്ല. അപ്പം അത് ഈ കുടുംബവുമായി ബന്ധപ്പെട്ടത്, അതായത് ഈ കുടുംബമായി ഈ സംഭവം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയ ആളാണ് ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആൾ കൂടി എന്നാണ് പറയുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇപ്പോൾ നമ്മൾ തുടരാൻ തന്നെയാണ് തീരുമാനം. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ശരി, ഇത് കഴിഞ്ഞിട്ട് അതെ നമ്മൾ അതിനുള്ള ഫ്രീ റിക്വസ്റ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം സീൻ ഒന്ന് കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ സർജൻസ് എല്ലാവരും എത്തുന്നേ ഉള്ളൂ. അപ്പോൾ അത് എത്തിക്കഴിഞ്ഞിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പം അതിനുള്ള ലീഗൽ പ്രൊസീജിയറൽ പാർട്ടും ലീഗൽ പാർട്ടും എല്ലാം ക്ലിയർ ആയതിനു ശേഷം നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമുക്കിപ്പം കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ദയവ് എല്ലാവരും സഹകരിക്കണം. നമുക്കിത് കഴിഞ്ഞിട്ട് വ്യക്തമായിട്ടുള്ള എന്താണ് ഇൻഫർമേഷൻ എന്നുള്ളത് പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഇപ്പം എക്സ്യൂമേഷൻ ആയിട്ടുള്ളൊരു